പരീക്ഷാകാലത്തെ ഇങ്ങനെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ മിഠായി കൊടുക്കും. എന്നിട്ട് പറയും മിഠായി ഇപ്പം നീ മിഠായി കഴിക്കും, പരീക്ഷയിൽ നീ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചു തരും, നിനക്ക് വലിയ കേക്ക് വാങ്ങിച്ചു തരാം. ഏതാണ്ട് അതുപോലെ ഇപ്പം നിങ്ങൾക്ക് ഇത് ഇനി നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഞാൻ 10 ലക്ഷം രൂപയുടെ സ്വർണ്ണമാല വാങ്ങിച്ചു തരാം. അത് പറയുന്നു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കാം കേട്ടോ. സാധാരണ തെരഞ്ഞെടുപ്പുകളായിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ പറയാനുള്ളത് എന്നെ ജയിപ്പിച്ചാൽ ഞാൻ കുടിവെള്ള പ്രശ്നം പരിഹരിക്കും, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും, വൻ വ്യവസായങ്ങൾ കൊണ്ടുവരും, അത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. പക്ഷേ എന്നെ ജയിപ്പിച്ചാൽ ഞാനിത് ഒരു ആരാധനാലയത്തിൽ ഒരു 10 ലക്ഷം രൂപയുടെ ഈ സ്വർണ്ണമാല വാങ്ങിച്ചു തരാമെന്ന് പറയുന്നത് ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നാൽ ഇവിടെ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം, ഈ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തിലാണ് അവിടെ അതിക്രൂരമായ രീതിയിൽ ഈ ആദിവാസികളായ ക്രിസ്ത്യാനികൾക്കെതിരെ സംഘപരിവാറിൻ്റെ വേട്ടയാടുകൾ നടന്നു. അപ്പോൾ അവരെല്ലാം ഗ്രാമങ്ങളിൽ നിന്ന് ആട്ടി ഓടിച്ചു. അപ്പോൾ അവർക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ എന്നാൽ നിങ്ങൾക്ക് ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു വരാം, നിങ്ങളുടെ വീടുകളിൽ താമസിക്കാം, പക്ഷേ നിങ്ങൾ ക്രിസ്തു മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രാമങ്ങളിൽ താമസിക്കാം. ഇവിടെ അത് പറഞ്ഞ ആ പാർട്ടിയുടെ ആ സംഘപരിവാറിൻ്റെ ഭാഗമായിട്ടുള്ള സുരേഷ് ഗോപി ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, എന്നെ ജയിപ്പിച്ചാൽ ഞാനിത് ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്, എന്നെ ജയിപ്പിച്ചാൽ ഞാനിത് നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ സ്വർണ്ണമാല വാങ്ങിച്ചു തരാം. ഇത് ഈ സംഘപരിവാർ രാഷ്ട്രീയം എത്ര കണ്ട് അതപ്പതിച്ചു എന്നതിൻ്റെ ഉദാഹരണമാണിത്. അത് രാജേന്ദ്രൻ പറയുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊരു മാതൃകയാണ് രാഷ്ട്രീയ കേരളത്തിന് മുമ്പാകെ ഇവർ കാണിക്കുന്നത് എന്നാണ്. സത്യത്തിൽ എത്രയോ നല്ല മാതൃക BJPയിലാണെങ്കിൽ പോലും, BJPയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് സൃഷ്ടിക്കാനാവും. അദ്ദേഹം നമ്മളെല്ലാവരും അറിയുന്ന, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹം ഒരു കലാകാരനാണ്. മാത്രമല്ല വിദ്യാസമ്പന്നനാണ്. MA ഇംഗ്ലീഷ് പാസ്സായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ MA ഇംഗ്ലീഷ് പാസ്സായ ഒരു മനുഷ്യനാണ് എന്ന് തോന്നിക്കുന്ന ഒരു വരി, ഒരു കാര്യം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളോ ഒക്കെ അദ്ദേഹത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കഥാപാത്രങ്ങളും അദ്ദേഹം ചെന്നുപെട്ട ആ പ്രസ്ഥാനത്തിൻ്റെ ചില മുദ്രാവാക്യങ്ങളും ചില രഹസ്യ ലക്ഷ്യങ്ങളും കൂടി അദ്ദേഹത്തെ കോമാളി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് മുമ്പിൽ. അതല്ലേ നമ്മൾ കാണുന്നത്. എത്രയോ നല്ല മാതൃക സൃഷ്ടിക്കാവുന്ന സാംസ്കാരിക സമ്പത്തുള്ളൊരു മനുഷ്യനാണ് ഇങ്ങനെ ആയിപ്പോകുന്നത്. അദ്ദേഹം സ്വയം ചിന്തിക്കട്ടെ, അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്വയം ചിന്തിക്കട്ടെ. ഇവരൊക്കെ ഈ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി അയാളുടെ കൂടെ എപ്പോഴും നടന്ന് മുഖസ്തുതി പറയാൻ 10 പേരെ നിയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞത് CJ തോമസ് എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെയൊക്കെ കൂടെ പതിറ്റാണ്ടുകളായിട്ട് 10 അല്ല അതിലെ എത്രയോ അധികം പേര് മുഖസ്തുതിക്കാരായിട്ടുണ്ടാവും. അവരൊക്കെ കൂടി വഴിതെറ്റിക്കുകയാണ്. ഇപ്പൊ പിന്നെ രാഷ്ട്രീയ ഉപദേശകരും കൂടിയിട്ടുണ്ടാവും. ഇതാണ് സംഭവിക്കുന്നത്. അറിയോ, ഇപ്പോ സുരേഷ് ഗോപിയെ ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനൊന്നും ചെയ്യരുത്, ശരിയല്ല എന്ന് പറഞ്ഞാൽ വേട്ടയാടപ്പെടും. കാരണം സുരേഷ് ഗോപി അവതരിപ്പിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സ്വന്തം ആളെന്ന രീതിയിലാണ്. അല്ല, മാത്രമല്ല എന്താണ്, മോദി എത്ര തവണ തൃശ്ശൂരിൽ പോയി. പിന്നെ ഈ മോദി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനെത്തുന്നു. അപ്പൊ ഇത് നേരെ അത് സുരേഷ് ഗോപി മാത്രമല്ല, പല സ്ഥാനാർത്ഥി, ഇപ്പൊ അനിൽ ആന്റണി. അല്ല, മോദിയുടെ ഒരു ഗ്യാരണ്ടിയാണ് എന്റെ ജനപ്രതിനിധികൾ ഇങ്ങനെയാണ് പെരുമാറുക എന്നതാണ് എന്റെ ഗ്യാരണ്ടി എന്ന് മോദി സുരേഷ് ഗോപിയിലൂടെ കേരളത്തോട് പറയുകയാണ്. ഇത് ധൈര്യമില്ല. ഇത് സുരേഷ് ഗോപിയെ വിളിച്ച് ഇങ്ങനെയല്ല നമ്മൾ പ്രചാരണം നടത്തേണ്ടത്, ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന് സുരേഷ് ഗോപിയോട് അങ്ങോട്ട് ഏതെങ്കിലും നേതാവ് പറഞ്ഞാൽ ആ നേതാവ് ഇന്ന് പാർട്ടിയിലുണ്ടാവില്ല. BJPയുടെ ഒരു അവസ്ഥ അതാണ്. ഇതിനകത്ത് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത്തവണ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ എല്ലാ മണ്ഡലത്തിലും ഒരു വിഷയം, ഒരു പൊളിറ്റിക്കൽ ഇഷ്യോ വല്ല രൂപപ്പെട്ട് വരാറുണ്ട്. ആ സ്ഥാനാർത്ഥിക്കെതിരെയോ ആ വിഷയം. ഇത്തവണ എന്തായാലും തൃശ്ശൂർകാർ എന്തായാലും കിരീട വിഷയം ചർച്ച ചെയ്യും, കുറഞ്ഞ പക്ഷം ക്രൈസ്തവ വിശ്വാസികളെങ്കിലും. കാരണം ഒരു വലിയ പറ്റിക്കലാണ് നടത്തിയെന്നുള്ളത് ഒരു വലിയ ഭാഗം ഇടവകയിലുള്ളവർക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ പറ്റിക്കേണ്ടി വന്നതെന്നുള്ളൊരു അവർ ചിന്തിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തുടക്കത്തിലേ കൊണ്ടുവരുത്ത നേരത്തെ NBC പറഞ്ഞ പോലെ ഉപദേശകരുടെ ഇതിലാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഈ സുരേഷ് ഗോപി ഈ കിരീടം കൊണ്ട് വെച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് ന്യായമായി കിട്ടേണ്ട ചില വോട്ട് ആ മണ്ഡലത്തിൽ ഉണ്ടാകും, അത് കിട്ടുകയും ചെയ്യും. ഇത് എല്ലാ വിഭാഗത്തിൻ്റെ വോട്ട് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ന്യൂനപക്ഷങ്ങളുടെ. നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഗണ്യമായ തോതിൽ ന്യൂനപക്ഷ ക്രൈസ്തവ വോട്ടുകളുണ്ട്.
ആ വോട്ടുകളൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു വ്യാജ കിരീടം, ഒരു ചെമ്പ് സ്വർണം പോശ കിരീടം കൊണ്ട് കൊടുത്ത് അപഹാസ്യനായി എന്നുള്ളതല്ലാതെ ഒരു വിഷയം, തെരഞ്ഞെടുപ്പിലൊരു വിഷയം വോട്ട് കുറയ്ക്കാൻ ഇടയാക്കുന്ന എൻ്റെ ഒരു തോന്നലതാ. സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങൾ കൊടുക്കാൻ, ക്രൈസ്തവർ കൊടുക്കാനിരുന്ന വോട്ട് ചിലപ്പോൾ, എന്നാൽ ഇത്തവണ സുരേഷ് ഗോപി അങ്ങനെ കൊണ്ടുപോകണ്ടെന്നുള്ള ചിലപ്പോൾ തീരുമാനം എടുത്തെന്നിരിക്കും. അതൊരു വിഷയമാണ് തെരഞ്ഞെടുപ്പിൽ.